കേരളത്തിന് ഇനിയൊരു പുതിയ മന്ത്രിയെ വേണം, 2 MLA-മാരെയും വേണം. കേരളത്തിൽ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക പാലക്കാടാകില്ല, ആലത്തൂരിലെ ചേലക്കരയിൽ തന്നെയാകും. ഒപ്പം മട്ടന്നൂരിൽ KK ശൈലയ്ക്ക് പകരം സാമാജികനെ കണ്ടെത്താൻ ഉപതെരഞ്ഞെടുപ്പ് അത്യാവശ്യമാകും. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന K രാധാകൃഷ്ണൻ ജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് CPM പകരം ഒരു മന്ത്രിയെക്കുറിച്ചുള്ള ചർച്ച സജീവമാക്കിയിരിക്കുന്നത്. 3 MLA-മാരാണ് ആ പട്ടികയിലുള്ളത്. സച്ചിൻ ദേവ്, K ശാന്തകുമാരി, OR കേളു എന്നിവർ. ചേലക്കരയിൽ ആര് മത്സരിക്കണമെന്നതിൽ തീരുമാനം പിന്നീടാകും. പക്ഷേ AK ബാലനടക്കം അവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോഴേ സജീവമാണ്. മട്ടന്നൂരിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നതിൽ തീരുമാനമായിട്ടില്ല. K രാധാകൃഷ്ണന് പകരം പട്ടികജാതിക്കാരിൽ നിന്ന് തന്നെ മന്ത്രി വേണം എന്നതുകൊണ്ടാണ് സച്ചിൻ ദേവിലേക്കും ശാന്തകുമാരിയിലേക്കും കേളുവിലേക്കും ഇപ്പോൾ ചർച്ചകൾ എത്തുന്നത്. ഇതിൽ യുവമുഖമായ MLA സച്ചിൻ ദേവിന് തന്നെയാണ് മുൻതൂക്കം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനമാകും അവസാന വാക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകളും വളരെ നിർണായകമാകും. SFIയിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിലൂടെ ഒരു പുതിയ യുവ നേതാവിനെ പാർട്ടിക്ക് ലഭിക്കുന്നു എന്നതാണ് പ്രതീക്ഷ. മന്ത്രിസഭയിലെ വനിതാ സാന്നിധ്യം കൂട്ടുകയാണ് ലക്ഷ്യമെങ്കിൽ കോങ്ങാട് MLA-യായ ശാന്തകുമാരിയിലൂടെ അത് സാധ്യമാക്കാം എന്ന വിലയിരുത്തലുമുണ്ട്. മുതിർന്ന നേതാവെന്ന പരിഗണനയിലാണ് മാനന്തവാടി MLA കേളുവിനെയും പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. വയനാട്ടിൽ നിന്നും ഇടത് സർക്കാരിലൊരു മന്ത്രി ഇല്ല നിലവിലെന്നത് കേളുവിന് അനുകൂല ഘടകമാണ്. ഇത് വയനാട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും. എന്തായാലും ചേലക്കരയിലും മട്ടന്നൂരും ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ്. വയനാട്ടിൽ CPM കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നതും കേളുവിന് തുണയാകും. ഇതിനൊപ്പം ആലത്തൂരിൽ K രാധാകൃഷ്ണൻ ജയിച്ചാൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുതിർന്ന ഒരു നേതാവിനെ തന്നെ CPM പ്രഖ്യാപിക്കും. ഈ പട്ടികയിലാണ് AK ബാലനെ അടക്കം പരിഗണിക്കുന്നത്. അങ്ങനെ AK ബാലൻ ജയിച്ചാൽ K രാധാകൃഷ്ണന് പകരം മന്ത്രിസഭയിൽ AK ബാലനെ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. ഒപ്പം മന്ത്രിസഭയിൽ ചില അഴിച്ചുപണികൾ നടത്താനും സാധ്യത കാണുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയുടെ സ്ഥാനം ഉറപ്പിക്കാനായി ഭാവി മന്ത്രിയാണ് മത്സരിക്കുന്നത് എന്ന പ്രചരണവും ലക്ഷ്യമിടുന്നുണ്ട്. ചേലക്കരയ്ക്കൊപ്പം മട്ടന്നൂരിലും CPM ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. വടകരയിൽ KK ശൈലജ ലോക്സഭയിലേക്ക് ജയിക്കുമെന്ന് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് CPM കടക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു മാറ്റമുണ്ടാകുമെങ്കിൽ മന്ത്രിസഭയിലെ ചില മന്ത്രിമാരെ മാറ്റി നിർത്തി പുതുമുഖങ്ങളെ മന്ത്രിയാക്കി മാറ്റുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതിൽ ധനമന്ത്രി KN ബാലഗോപാലിനടക്കം പാർട്ടിയിലെ ഉയർന്ന സ്ഥാനങ്ങൾ നൽകി പകരം മന്ത്രിമാരെ നിയോഗിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ തീരുമാനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിഞ്ഞ ശേഷം മാത്രമാകും എന്നതാണ് CPM-ന്റെ നിലപാടും.